ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ലോക ജനസംഖ്യാ ദിനം ആരംഭിക്കാൻ പ്രേരണയായ പ്രധാന കാര്യം ഏത്? ഉത്തരം 1987 ലോക ജനസംഖ്യ 5 ബില്യൺ എത്തിയത്. ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആഘോഷിച്ചത് ഏത് വർഷം? ഉത്തരം 1989. ലോക ജനസംഖ്യാ ദിനം ആചരിക്കാൻ തീരുമാനം എടുത്തത് ഏത് സംഘടനയാണ്? ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന. നിലവിൽ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയുടെ ജനസംഖ്യ 2025 ഏകദേശം എത്രയാണ്? ഉത്തരം ഏകദേശം 146 കോടി. ജനസംഖ്യ ഏറ്റവും കുറവുള്ള രാജ്യം ഏത്? ഉത്തരം വത്തിക്കാൻ സിറ്റി. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉത്തരം ജനസംഖ്യാ നിയന്ത്രണം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക. 2024 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ തീം എന്താണ്? ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരിവൺ. ലോക ജനസംഖ്യയുടെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്താണ്? ഉത്തരം ഡെമോഗ്രഫി. ഇന്ത്യൻ സെൻസസ് അവസാനമായി നടന്നത് ഏത് വർഷം? ഉത്തരം 2011. ജനസംഖ്യാ നിയന്ത്രണത്തിനായി ഇന്ത്യൻ സർക്കാർ 1952 ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. ലോക ജനസംഖ്യാ ദിനം ഏത് ഏജൻസിയാണ് ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്? ഉത്തരം യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇന്ത്യയിൽ സെൻസസ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഉത്തരം കാനേഷുമാരി. കാനേഷുമാരി എന്ന പദം ഏത് ഭാഷയുടെ സംഭാവനയാണ്? ഉത്തരം പേർഷ്യൻ. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഉത്തരം ജോൺ ഗ്രാൻഡ്. ലോകത്ത് ആദ്യമായി സെൻസസ് നടന്നത് എവിടെയാണ്? ഉത്തരം ബാബിലോണിയ. ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്ന്? ഉത്തരം 1990 ജൂലൈ 11. ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം ഏത്? 1989. ഇന്ത്യൻ സെൻസസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടിയുടെ പേര്? ഉത്തരം ആസ്ത. ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 9. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം? ഉത്തരം ഏഷ്യ. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം അരുണാചൽ പ്രദേശ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത്? ഉത്തരം ഓസ്ട്രേലിയ. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം? ഉത്തരം 1872. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം കേരളം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്ന വർഷം? ഉത്തരം 1951. ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം തോമസ് റോബർട്ട് മാൽത്തൂസ്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏത്? ഉത്തരം ആധാർ കാർഡ്. NPRൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ദേശീയ ജനസംഖ്യാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി. ഡെമോഗ്രഫി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്ന്? ഉത്തരം ഗ്രീക്ക്. ഡെമോഗ്രഫി എന്ന പദത്തിലെ ഡെമോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ജനങ്ങൾ. ഡെമോഗ്രഫി എന്ന പദത്തിലെ ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം വരയ്ക്കുക. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം ഏതായിരുന്നു? ഉത്തരം തിരുവിതാംകൂർ. 2025 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ തീം എന്താണ്? ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ.